ആരുടെയും പേര് വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ പല സൂചനകളും ബാക്കി വെച്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവസാനിക്കുന്നത്. പകൽമാന്യന്മാരുടെ മുഖംമൂടി വലിച്ചു കീറാൻ പേരില്ലാതിരുന്നിട്ടും റിപ്പോർട്ടിന് സാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ കാണുന്നതെല്ലാം നുണയാണെന്നും നക്ഷത്ര ശോഭ വെറും പുറമോടിയാണെന്നും തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആരംഭിക്കുന്നത് പോലും. അതിൽ പരാമർശിക്കുന്ന പ്രമുഖ നടന്മാർ ആരാണെന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരൊന്നും ആയിരിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നവരും നമുക്കിടയിൽ തന്നെയുണ്ട്. ശരിക്കും ആ പ്രമുഖർ ആരാണ്? റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി പോരാടി തഴയപ്പെട്ട പലരും വീണ്ടും വെളിച്ചത്തിലേക്ക് കടന്നു വരികയാണ്. അവരുടെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടത് സംവിധായകൻ വിനയനെയാണ്. മലയാള സിനിമ പാടെ ഒഴിവാക്കിയ സംവിധായകനാണ് വിനയൻ. മികച്ച സംവിധായകനായിട്ടും മലയാള സിനിമയിൽ ഒരുപാട് മികച്ച ചിത്രങ്ങൾ നൽകിയിട്ടും ചിലരുടെ വാശിപ്പുറത്ത് അദ്ദേഹം മേഖലയിൽ നിന്നുപോലും പുറത്ത് തള്ളപ്പെട്ട കാഴ്ചയാണ് കണ്ടത്. റിപ്പോർട്ട് പുറത്തു വന്നത് ചർച്ചയായതിനു ശേഷം ചില പ്രമുഖരെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് വിനയൻ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. കേരള നിയമസഭയിലെ ഒരു മന്ത്രിക്കും അതുപോലെ തന്നെ ഒരു MP-ക്കുമെതിരെ വരെ സധൈര്യം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിനയൻ തന്റെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടുകൊണ്ട് രംഗത്ത് വരുന്നത്. ഈ കുറിപ്പിൽ നിന്ന് വെളിച്ചത്തേക്ക് വരുന്ന പേരുകളാണ് ഇന്ന് നമ്മൾ ചർച്ചയാക്കുന്നത്. കാരണം മലയാളികൾ നെഞ്ചിലേറ്റിയ, ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ചിലരാണത്. സമൂഹ മാധ്യമങ്ങളിൽ പല താരരാജാക്കന്മാരെയും ജനങ്ങൾ വലിച്ചു കീറുന്നുണ്ടെങ്കിലും വിനയന്റെ ആരോപണങ്ങൾ പ്രധാനമായും രണ്ടുപേരെ ചുറ്റിപ്പറ്റിയാണ്. അതിനൊപ്പം തന്നെ WCCയെ ചതിച്ച ഒരു പ്രമുഖ നടിയും ഇവരുടെ ചർച്ചകളിൽ സജീവമാണ്. സർക്കാർ കോൺക്ലേവിന് മുന്നിൽ പവർ ഗ്രൂപ്പ് കളിച്ചാൽ വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന് സംവിധായകൻ വിനയൻ പറയുന്നു. പവർ ഗ്രൂപ്പ് സ്ത്രീകൾക്ക് നേരെ മാത്രമല്ല ഉള്ളത്. പവർ ഗ്രൂപ്പുകളെ കുറിച്ച് ആദ്യം പരാമർശിച്ചത് താനാണെന്നും വിനയൻ വ്യക്തമാക്കി. റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ ശ്രമിച്ചത് 15 അംഗ പവർ ഗ്രൂപ്പാണ്. പവർ ഗ്രൂപ്പിൽ സംസ്ഥാന മന്ത്രിയായ ഒരു നടനുണ്ട്, സിനിമ ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ വിനയൻ അവകാശപ്പെടുമ്പോൾ ഈ മന്ത്രി നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആ പറയുന്ന MLA നടൻ മുകേഷ് ആണെന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. മുകേഷിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് മുൻ ഭാര്യ സരിതയുടെ അഭിമുഖങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. അതിൽ സരിത വ്യക്തമായി മുകേഷിന്റെ സ്വഭാവം വളരെ മോശമാണെന്ന് എടുത്തു പറയുന്ന ക്ലിപ്പുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. അതിൽ മുമ്പ് പറഞ്ഞ WCCയെ വഞ്ചിച്ച നടി എന്ന പേരിൽ മഞ്ജു വാര്യരും കടന്നു വരുമ്പോൾ സിനിമാ ലോകം വീണ്ടും വീണ്ടും കേരളത്തെ ഞെട്ടിക്കുകയാണ്. സിനിമയിലെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ WCC അംഗങ്ങളെ വിലക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നു. എന്നാൽ ഒരു നടിയുടെ മൊഴിയെക്കുറിച്ച് മാത്രമാണ് കമ്മിറ്റിക്ക് സംശയമുള്ളത്. ആ നടിയുടെ പേരും രഹസ്യമാണ്. പീഡനവും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്ന നടി. ഈ നടിയുടെ മൊഴിയെങ്കിലും പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് കേരളത്തിലേറെയാണ്. മലയാള സിനിമയിലെ പരസ്യമായ രഹസ്യങ്ങൾ തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ ആ നടിയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. WCCയുടെ സ്ഥാപക അംഗമായിരുന്ന ഒരു നടിക്ക് മാത്രമാണ് അവസരങ്ങൾ ലഭിച്ചത്. സിനിമയിൽ സ്ത്രീകൾക്ക് ഒരു പ്രശ്നവും നേരിടുന്നില്ലെന്ന നിലപാടാണ് ഇവർ കമ്മീഷന് മുന്നിൽ ആവർത്തിച്ചത്. സിനിമയിൽ ഒരു സ്ത്രീയും ലൈംഗിക ചൂഷണത്തിന് വിധേയരായെന്ന് കേട്ടിട്ട് പോലുമില്ലെന്നും ഇവർ പറഞ്ഞു. എന്നാൽ ഇത് വാസ്തവ വിരുദ്ധമാണ്. മനഃപൂർവ്വം ഈ നടി പുരുഷന്മാർക്കെതിരെ സംസാരിക്കാതിരിക്കുന്നു എന്നോ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് പുറത്താകരുതെന്നുള്ള സ്വാർത്ഥ താല്പര്യമെന്നോ വേണം ഈ മൊഴികളെ വിലയിരുത്തേണ്ടതെന്നും കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇവരുടെ മൊഴികൾക്ക് വില കൽപ്പിക്കേണ്ടതില്ലെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ചത് ഏവരും അറിഞ്ഞതും കേട്ടതുമാണ്. ഇതിന് പിന്നിലെ ഗൂഢാലോചന ചർച്ചയാക്കിയതും പ്രമുഖ നടിയാണ്. ഈ പ്രമുഖ നടി മഞ്ജു വാര്യർ ആണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. കൂടാതെ പല യൂട്യൂബ് ചാനലുകളിലും മറ്റുമായൊക്കെ തന്നെ ഇത് ചർച്ചയാകുന്നുണ്ട്. ഇതിന് പിന്നാലെ ഇവർക്കെല്ലാം എതിരെ വൻ സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിനയനിലേക്ക് തിരികെ വരാം. പവർ ഗ്രൂപ്പ് ഇപ്പോഴും തനിക്ക് പിന്നാലെയാണെന്നാണ് വിനയൻ പറഞ്ഞു വെക്കുന്നത്. ഹേമ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കണം. മാക്ടയെ തകർത്തതും ഒരു നടൻ തന്നെയാണ്. 40 ലക്ഷം അഡ്വാൻസ് വാങ്ങി എന്നിട്ട് സിനിമ ചെയ്തില്ല. സിനിമയിലെ ചിലർ ചേർന്ന് മാക്ട ഫെഡറേഷനെ തകർത്തതാണെന്നും അതിന്റെ തിക്തഫലങ്ങളാണ് സിനിമാ മേഖല ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും വിനയൻ പറഞ്ഞു. എന്നെ തകർക്കാൻ ശ്രമിച്ച വീരന്മാരാണ് ഇന്ന് സമൂഹത്തിന്റെ മുന്നിൽ ഉടുതുണി ഇല്ലാതെ നിൽക്കുന്നത്. ഇത് കാലത്തിന്റെ കാവ്യനീതിയാണെന്നും വിനയൻ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വിശകലനം ചെയ്യാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മലയാള സിനിമയെ ഇന്നും നിയന്ത്രിക്കുന്ന പ്രമുഖരെ ദയവായി നിങ്ങളുടെ മനസാക്ഷിയുടെ കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കൂ. നിങ്ങളുടെ മുഖം വികൃതമല്ലേ? സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട് ആ രംഗത്തേക്ക് കടന്നു വരുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടതിന്റെ പ്രഥമ കടന സംഘടനകൾക്കാണ്. അതിൽ അവർ എടുക്കുന്ന നിലപാടുകൾ ഏമാനം സുഖിപ്പിക്കുന്നതാകരുത്. സ്ത്രീ സുരക്ഷ പോലെ തന്നെ ഗൗരവതരമാണ് സിനിമയിലെ തൊഴിൽ വിലക്കിന്റെ മാഫിയാവൽക്കരണം. ആ ഉമ്മാക്കിയാണല്ലോ ഈ പീഡനങ്ങളുടെ എല്ലാം ബ്ലാക്ക് മെയിൽ തന്ത്രം. വൈരവിദ്യാധര ബുദ്ധിയും പ്രതികാരവും നിറഞ്ഞ് നിങ്ങളുടെ ക്രൂര വിനോദത്തിന് വിധേയനായ ഒരാളാണല്ലോ ഞാനും.
നിങ്ങളെ വിമർശിച്ചതിന്റെ പേരിൽ മുഖത്ത് നോക്കി കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ എന്റെ 12ഓളം വർഷം വിലക്കി നശിപ്പിച്ചവരാണ് നിങ്ങൾ. ഏത് പ്രമുഖന്റെയും മുഖത്ത് നോക്കി കാര്യങ്ങൾ തുറന്നു പറയാൻ ഏത് ജൂനിയർ ആർട്ടിസ്റ്റിനും ധൈര്യം കൊടുക്കുന്ന ഒരു സംഘടന മലയാള സിനിമയിൽ ഉണ്ടായതിന്റെ 2ാം വർഷം നിങ്ങൾ അതിനെ തകർത്ത് നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു സംഘടന ഉണ്ടാക്കിയത് എന്തിനാണ്? അവിടെ നിന്നല്ലേ ഈ തെമ്മാടിത്തരങ്ങളും ആധുനിക സിനിമാ ഗുണ്ടായിസത്തിന്റെയും വേലിയേറ്റം മലയാള സിനിമയെ കൂടുതൽ മലീമസമാക്കാൻ തുടങ്ങിയത്? 2008 ജൂലൈയിൽ എറണാകുളം സരോവരം ഹോട്ടലിൽ നിങ്ങൾ സിനിമാ തമ്പുരാക്കന്മാർ എല്ലാം ഒത്തുചേർന്ന് തകർത്തെറിഞ്ഞ മാക്ട ഫെഡറേഷൻ എന്ന സംഘടനയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ. സംഘടന തകർത്തിട്ടും വൈരാഗ്യം തീരാഞ്ഞ നിങ്ങൾ എന്നെയും വിലക്കി. നേരത്തെ നിങ്ങളുടെ കണ്ണിലെ കരടായിരുന്ന തിലകൻ ചേട്ടൻ വിനയന്റെ ഭാഗത്താണ് ന്യായം എന്ന് പറഞ്ഞതോടെ അദ്ദേഹത്തെയും നിങ്ങൾ വിലക്കി പുറത്താക്കി. അദ്ദേഹത്തിന്റെ മരണശേഷം ഞാൻ നിങ്ങളുടെ വിലക്കിനെതിരെ കോടതിയിൽ പോയി. കോമ്പറ്റീഷൻ കമ്മീഷൻ നിങ്ങൾക്കെതിരെ വിധിച്ചു. കോടികൾ മുടക്കി ഞാൻ സുപ്രീം കോടതി വരെ പോയി കേസ് വാദിച്ചപ്പോൾ എതിർഭാഗത്ത് ഞാൻ ഒറ്റപ്പെട്ടു പോയിരുന്നു. പക്ഷെ സത്യം എന്റെ ഭാഗത്തായിരുന്നു. അമ്മ സംഘടനയ്ക്ക് 4 ലക്ഷം രൂപയാണ് ഫൈൻ അടിച്ചത്. ഫെഫ്കെ ഉൾപ്പെടെ മറ്റു സംഘടനകൾക്കും പല പ്രമുഖർക്കും പിഴ അടയ്ക്കേണ്ടി വന്ന് ചില പ്രമുഖ നടന്മാർ ശിക്ഷയിൽ നിന്നും സാങ്കേതികത്വം പറഞ്ഞ് രക്ഷപ്പെട്ടു എന്നതും സത്യമാണ്. വീണ്ടും തെളിവുകളുമായി അവരുടെ പുറകെ പോകാനൊന്നും ഞാൻ നിന്നില്ല. എനിക്ക് എന്റെ ഭാഗം സത്യമാണെന്ന് ജനങ്ങളെ അറിയിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ തൊഴിൽ വിലക്കിനും സിനിമയിലെ മാഫിയവൽക്കരണത്തിനും എതിരെ വന്ന ആ സുപ്രീം കോടതി വിധി അന്ന് നമ്മുടെ മീഡിയകൾ ഒന്നും വേണ്ട വിധത്തിൽ ചർച്ച ചെയ്തില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു. സിനിമയിലെ പ്രമുഖർക്ക് അന്ന് മീഡിയകളെ കുറച്ചുകൂടി കൈപ്പിടിയിൽ ഒതുക്കുവാൻ കഴിഞ്ഞിരുന്നു എന്നതാണ് സത്യം. വിമർശിക്കുന്നതിന്റെ പേരിൽ ഫാൻസുകാരെ കൊണ്ട് വി ഹെയ്റ്റ് വിനയൻ എന്ന ഓൺലൈൻ അക്കൗണ്ട് ഉണ്ടാക്കി എന്നെ തകർക്കാൻ ശ്രമിച്ച വീരന്മാരാണ് ഇന്ന് സമൂഹത്തിന്റെ മുന്നിൽ ഉടുതുണി ഇല്ലാതെ നിൽക്കുന്നത്. ഇത് കാലത്തിന്റെ കാവ്യനീതിയാണ്. മാക്ട ഫെഡറേഷൻ അന്ന് ഉണ്ടാക്കിയപ്പോൾ പ്രധാനമായും അതുണ്ടാക്കിയ യൂണിയൻ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയായിരുന്നു. അവിടെ സ്ത്രീകളായ ആർട്ടിസ്റ്റുകൾക്ക് പ്രത്യേക പരിരക്ഷയ്ക്ക് തീരുമാനങ്ങൾ എടുത്തിരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റുകളെ സിനിമയിൽ എത്തിക്കുന്ന ഏജന്റുമാർക്ക് കർശന നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. ചെറിയ ആർട്ടിസ്റ്റുകളെയും തൊഴിലാളികളെയും അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുന്ന താരങ്ങളെയും സംവിധായകരെയും പരസ്യമായി മാക്ട ഫെഡറേഷൻ വിമർശിക്കുമായിരുന്നു. അങ്ങനെ ഒരു സംഘടന ഇവിടുത്തെ താരപ്രമുഖർക്കും സൂപ്പർ സംവിധായകർക്കും അവരുടെ ഉപജാപക വൃന്ദത്തിൽപ്പെട്ട നിർമ്മാതാക്കൾക്കും കണ്ണിലെ കരടായി. അങ്ങനെ അവരെല്ലാം എറണാകുളം സരോവരം ഹോട്ടലിൽ ഒത്തുചേർന്ന് ആ സംഘടനയെ ആവേശത്തോടെ തകർത്തെറിഞ്ഞു. എന്നിട്ട് ഇപ്പോൾ നടക്കുന്നത് പോലെ അവർക്ക് ഇഷ്ടാനിഷ്ടം പെരുമാറാൻ കൂട്ടുനിൽക്കുന്ന ഒരു സംഘടനയെ അവര് തന്നെ കാശ് കൊടുത്ത് സ്പോൺസർ ചെയ്ത് ഉണ്ടാക്കി. ഇതല്ലായിരുന്നോ സത്യം? നമ്മുടെ സിനിമാ പ്രമുഖർക്ക് നെഞ്ചത്ത് കൈവച്ച് ഇത് നിഷേധിക്കാൻ പറ്റുമോ? ക്രിമിനൽ പശ്ചാത്തലമുള്ള ഡ്രൈവർമാരും പണിയാളുകളും എല്ലാം എങ്ങനെ സിനിമയിൽ നുഴഞ്ഞു കയറിയെന്ന് നമ്മുടെ സിനിമാ പ്രമുഖർ ഇനിയെങ്കിലും സത്യസന്ധമായി ഒന്ന് ചിന്തിക്കുമോ എന്നത് പ്രസക്തമായൊരു ചോദ്യമാണ്.